കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കാൻ തീരുമാനിക്കുകയാണ്. അതിനുള്ള ഒന്നാം ഘട്ട ആലോചന പൂർത്തിയായി കഴിഞ്ഞു. ഇന്ത്യയുടെ ആർഷഭാരത പൈതൃകത്തെ പ്രതിദാനം ചെയ്യുന്ന ഏതെങ്കിലും ചിഹ്നം, അതിൽ ഒന്ന് രണ്ട് ചിഹ്നം ചർച്ച ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഈ പ്രിയങ്ക ഗാന്ധിയും കൂട്ടരും മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കിയ ശേഷമുള്ള തേയില സൽക്കാരത്തിലും പങ്കെടുക്കുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, 19-ന് സഭ പിരിഞ്ഞ അന്ന് ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനം അങ്ങനെ ഔദ്യോഗികമായി എടുത്ത് ഞങ്ങൾ ബഹിഷ്കരിച്ചതല്ല എന്നുള്ളതാണ് ഇടത് എംപിമാർ പ്രതികരിച്ചിരുന്നത്. അത്തരമൊരു തേയില സൽക്കാരത്തിന് പോകേണ്ട എന്ത് സാങ്കത്യമാണ് ഉണ്ടായിരുന്നത്? അങ്ങനെ സാങ്കത്യം ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാ കക്ഷികളും തമ്മിൽ, ഞങ്ങൾക്ക് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരുടെ ഗ്രൂപ്പുണ്ടല്ലോ, എത്രയോ പ്രതിപക്ഷ കക്ഷികൾ വിട്ടുനിന്നു. പ്രധാനപ്പെട്ട എത്രയോ നേതാക്കന്മാർ അങ്ങോട്ട് പോയില്ല. ഇപ്പോൾ DMK അതുപോലെ അതിന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇതുപോലുള്ള ഒരു വലിയ ഒരു കളങ്കം ഇവർ ക്ഷണിച്ചു വരുത്തുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിക്ക് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഇത് പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ യോഗമല്ലേ? കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഭാരവാഹികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുക. അവരത് ലീഡറല്ല, ഡെപ്യൂട്ടി ലീഡറല്ല, ചീഫ് വിപ്പല്ല, എന്തിനേറെ MK രാഘവനെ പോലുള്ള സെക്രട്ടറിമാരുണ്ട്. അവരാരും പോയില്ലല്ലോ. KC വേണുഗോപാൽ ബോധപൂർവ്വം പറഞ്ഞു വിട്ടതാണോ? കുടുംബത്തിന്റെ അപ്രൂവൽ അല്ലെങ്കിൽ അനുമതി നിങ്ങൾക്കുണ്ട്, ഗവൺമെന്റിനുണ്ട്, ഗവൺമെന്റിനോടൊപ്പമാണ് കുടുംബം എന്നുള്ള സന്ദേശം അയക്കാൻ പോയതാണോ? പാർലമെന്ററി പാർട്ടിയുമായിട്ട് അവർക്ക് യാതൊരു ബന്ധമില്ലല്ലോ. ചീഫ് വിപ്പാണോ? പാർലമെന്ററി പാർട്ടിയുടെ ഖജാൻജിയാണോ? ഒരു ഭാരവാഹിത്വവും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ കൈയാളാത്ത പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് അവിടെ പോയി? ആ ചോദ്യം എന്തുകൊണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് പ്രധാനപ്പെട്ട DMKയുടെ, അതായത് TR ബാലു അല്ലെങ്കിൽ കണിമൊഴി പോലുള്ള നേതാക്കൾ പോയില്ല? എന്തുകൊണ്ട് അഖിലേഷ് പോയില്ല? എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കാരെ ബഹിഷ്കരിച്ചു? എന്തുകൊണ്ട് TMC ബഹിഷ്കരിച്ചു? സമാജ്വാദി പാർട്ടിയുടെ ആൾ അവിടെ പോയി അതേ ഇറങ്ങി. അതായത് ഇവരെ പോലും വഴിതെറ്റിക്കുകയാണ് ചെയ്തത്. ഇത് എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തിന് കോൺഗ്രസ് പാർട്ടി നൽകുന്നത്? അല്ല, എന്തുകൊണ്ടാണ് ഈ സഭ പിരിഞ്ഞ അന്ന് തന്നെ, അത് ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത അന്ന് തന്നെ ഇടതുപക്ഷ ഈ ഒരു എതിർപ്പ് പ്രകടമാക്കാതിരുന്നത്? ഇന്നിപ്പോ സഭ പിരിഞ്ഞ് മൂന്നാമത്തെ ഞാൻ അന്നും പ്രതികരിച്ചിരുന്നു. അതിനുശേഷം കേരളത്തിലുണ്ടായ ദൗർഭാഗ്യകരമായ ചില സംഭവവാസങ്ങളെ മുൻനിർത്തി പ്രതികരണം പിന്നീട് മതിയെന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ പ്രതികരിച്ചിരുന്നു. അന്ന് തന്നെ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഞാൻ ഉന്നയിച്ചതാണ്. ഞാൻ ഇന്ത്യ സഖ്യത്തിലെ തന്നെ പല നേതാക്കന്മാരോടും പറഞ്ഞു, ഇത് ചെയ്ത് വലിയ അതിക്രമമാണ്. എന്താ കാരണം? ഇന്ത്യയുടെ 75 വർഷത്തെ ചരിത്രത്തിൽ ഇതുപോലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ബില്ല് പാസ്സാക്കിയിട്ടില്ല. നിങ്ങൾ നോക്കണം, കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് തേയില സൽക്കാരം ബഹിഷ്കരിച്ചത്? എന്തുകൊണ്ടാണ്? SIR-നെ കുറിച്ച് ചർച്ച അനുവദിച്ചില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. ചർച്ച അനുവദിച്ചില്ല എന്നൊരു കാരണം കൊണ്ടാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ കളങ്കം ഇതുപോലുള്ള ഒരു മാരണം നടക്കുമ്പോൾ എങ്ങനെ ഇങ്ങനൊരു ഉദകക്രിയ നടത്താൻ വേണ്ടി ഇവർ പോയി? മാത്രമല്ല, അവിടെ നടത്തിയ സംഭാഷണം എന്താണ്? അതായത് പ്രധാനമന്ത്രിയുടെ വിദേശ ടൂറുകളെ കുറിച്ച് പൂഴ്ത്തി പറയുക പ്രിയങ്ക ഗാന്ധി. തിരിച്ച് വയനാട് എന്ത് സംഭവിക്കുന്നു? ഉടനെ വയനാടെല്ലാം ഭംഗി. എന്നാൽ വയനാട്ടിലെ പുനരധിവാസത്തിന് വേണ്ടി 5 പൈസ തരാത്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ കുറിച്ചൊന്ന് പറഞ്ഞുകൂടെ? അതുപോലും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം പെരുമാറേണ്ടത്, പ്രതികരിക്കേണ്ടത്?